പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ബെഥേസ്ദ എന്ന കുളത്തിലാണ്. ഈ കുളം ജെറുസലേം ദേവാലയത്തിലേക്കും അതുപോലെ തന്നെ ജെറുസലേം പട്ടണത്തിലേക്കും ഇറിഗേഷന് വേണ്ടി ജലം എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു കുളമാണ്. ഈ കുളം നിന്നിരുന്ന സ്ഥലത്താണ് 38 വർഷമായി തളർവാത രോഗം പിടിപെട്ട് കിടന്നിരുന്ന ഒരു മനുഷ്യനെ നമ്മുടെ കർത്താവ് സുഖപ്പെടുത്തിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ദേവാലയം പണി കഴിപ്പിക്കപ്പെട്ടു. ആ ദേവാലയം പാർസികൾ തകർത്തു കളഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത്. അതിനുശേഷം ക്രൂസൈഡേഴ്സ് കുരിശ് യുദ്ധകാലത്ത് ഇവിടെ ദേവാലയം പുതുക്കി പണിതുവെന്നും അത് പിന്നീട് മുഹമ്മദീയർ അത് നശിപ്പിച്ചു കളഞ്ഞുവെന്നും പറയപ്പെടുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ദേവാലയങ്ങൾ നശിപ്പിച്ചപ്പോഴും സലാഹുദ്ദീൻ എന്നു പേരുള്ള ഇസ്ലാമിക മുഹമ്മദീയ രാജാവ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ദേവാലയം മാത്രം നിലനിർത്തി. അതിൻ്റെ കാരണം ഇത് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ജനനസ്ഥലമാണ്. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ജനനസ്ഥലം യോവാക്കിമിൻ്റെയും അതുപോലെ തന്നെ അന്നായുടെയും വീടായിരുന്നു. ഈ വീട് പിന്നീട് ഒരു ദേവാലയമായി മാറി. ഇത് തകർക്കാതിരുന്നതിൻ്റെ കാരണം മിരിയം എന്ന പേരിൽ മുസ്ലിങ്ങൾക്കും പ്രാധാന്യമുള്ള വ്യക്തിയായതുകൊണ്ട് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം തകർത്തില്ല എന്നും എന്നാൽ പിന്നീട് അത് ഒരു സ്കൂളാക്കി മാറ്റി എന്നുമാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്.